കുറവായിരുന്നു. അന്നത് അടിക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചിത്ര ജീവികളെ പോലെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഡിസൈൻ വൈസ് ഒക്കെ ആദ്യം ഇറങ്ങുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനൊക്കെ ഒരുപാട് പോരായ്മകൾ പലരും ചൂണ്ടിക്കാണിക്കും. ഇലക്ട്രിക്കിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീസെയിൽ വാല്യൂ ഗണ്യമായിട്ട് കുറയാനുള്ള ഒരു ചാൻസസ് ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട്. പക്ഷേ അപ്പം സിമ്പിളായിട്ട് ചിന്തിച്ചാലും 200 കിലോമീറ്റർ ഓടണം എന്നുണ്ടെങ്കിൽ 4 ലിറ്റർ നമുക്ക് പെട്രോളിൻ്റെ ആവശ്യമുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള എൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയാം. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലേഡീസിനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ പ്രായമായിട്ടുള്ളവർക്കും അനുയോജ്യമാണ്. കാരണം എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പം കോട്ടയത്ത് പാലായിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഇന്നൊരു പുതുമയില്ലാതിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് മോഡൽസ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ നമ്മുടെ വിപണിയിൽ ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാവരും ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങി എന്നുള്ളതും വലിയ ഫാക്റ്റാണ്. കാരണം വെച്ചാൽ ഏകദേശം ഒരു 4 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ എണ്ണം നമ്മുടെ റോഡുകളിൽ വളരെ കുറവായിരുന്നു. അന്നത് അടിക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചിത്ര ജീവികളെ പോലെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം വലിയൊരു മണ്ടത്തരമാണ് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കാലം അതിനെയൊക്കെ അതിജീവിച്ച് മാറി എന്നുള്ളതാണ്. കാരണം നെക്സ്റ്റ് എന്ന് പറയുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണ് എന്ന് എല്ലാവരും വിശ്വസിച്ച് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് കാറുകളും ഈവൻ എന്താ പറയുന്നത് നമ്മുടെ KSRTC ഇലക്ട്രിക് ബസ്സുകളും ഈവൻ ഒലക്ട്രയുടെ ലോറികളും അങ്ങനെ എല്ലാ മേഖലയിലേക്കും കംപ്ലീറ്റ് ആയിട്ട് ഈ ഇലക്ട്രിഫിക്കേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മളൊരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്യൂവൽ എക്കണോമിക് ആയിട്ട് എടുക്കാനായിട്ട് ആഗ്രഹമുള്ളവർ എടുക്കുന്ന ഒരു വാഹനമാണ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എന്ന് പറയുന്നത്. കാരണം വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ദീർഘദൂരം യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പ്രത്യേകത. ഇപ്പോഴും അതിൻ്റെ അകത്ത് ഒരു എല്ലാവർക്കും ഒരു ടെൻഷൻ. കാരണം ഡിസൈൻ വൈസ് ഒക്കെ ആദ്യം ഇറങ്ങുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനൊക്കെ ഒരുപാട് പോരായ്മകൾ പലരും ചൂണ്ടിക്കാണിക്കുക. പോരായ്മയെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പുതിയ ഡിസൈനും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് അല്ലെങ്കിൽ സാധാരണ സ്കൂട്ടേഴ്സിൻ്റെ അതേ ഡിസൈനിലുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ഡിസൈൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രശ്നം തോന്നുന്നില്ല. അപ്പം നിലവിൽ എല്ലാവർക്കും ഉള്ളൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം മേടിച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന സമയത്ത് റീസെയിൽ വാല്യൂ കിട്ടുമെന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഏതൊരു ടെക്നോളജി വന്നെന്ന് പറഞ്ഞാലും അതൊന്ന് ഓടി പ്രൂവൺ ആയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു വാല്യൂ സെയിൽസിലേക്ക് വരാനുള്ളൊരു ചാൻസസ് ഉള്ളൂ. അപ്പം ഇലക്ട്രിക്കിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീസെയിൽ വാല്യൂ ഗണ്യമായിട്ട് കുറയാനുള്ളൊരു ചാൻസസ് ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് ഓടുന്ന സമയത്ത് തന്നെ നമുക്ക് അത്ര റിട്ടേൺസ് കിട്ടുമെന്നുള്ളതാണ്. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകത. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നോർമലി ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത പറയാം. ഈ വാഹനത്തിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ePluto 7G Max എന്ന് പറഞ്ഞ സ്കൂട്ടറാണ്. ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഇന്ത്യയിൽ ഇറങ്ങുന്ന സ്കൂട്ടറുകളിൽ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ളൊരു വാഹനമാണ് ePluto 7G Max എന്ന് പറയുന്നത്. കാരണം ഇതിന് 201 കിലോമീറ്ററാണ് ഒറ്റ ഫുൾ ചാർജിൽ ഇവർ ക്ലെയിം ആയിട്ട് പറയുന്ന ഒരു ഒറ്റ ഫുൾ ചാർജ്, അതായത് 6 മണിക്കൂറോളം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ചാർജിൽ 201 കിലോമീറ്റർ പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ സാധാരണ ഒരു സ്കൂട്ടറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അതായത് 200 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂട്ടേഴ്സിൻ്റെ ഒക്കെ ഒരു ആവറേജ് മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു അറൗണ്ട് 50 ഒക്കെയാണ്. അപ്പം സിമ്പിളായിട്ട് ചിന്തിച്ചാലും 200 കിലോമീറ്റർ ഓടണം എന്നുണ്ടെങ്കിൽ 4 ലിറ്റർ നമുക്ക് പെട്രോളിൻ്റെ ആവശ്യമുണ്ട്. 4 ലിറ്റർ പെട്രോൾ വരുമ്പോൾ ഇന്ന് ഏകദേശം എത്ര 108 110 രൂപയൊക്കെയാണല്ലേ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 440 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്താലാണ് നമുക്ക് 201 കിലോമീറ്റർ അല്ലെങ്കിൽ 200 കിലോമീറ്റേഴ്സ് ഓടിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 3.5 കിലോ വാട്ടാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് 3.5 യൂണിറ്റ് കറണ്ട് നമുക്ക് മതി. 3.5 യൂണിറ്റിൻ്റെ കറണ്ട് കൊണ്ട് 201 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ 3.5 യൂണിറ്റിൻ്റെ കറണ്ടിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഗാർഹികമായിട്ടുള്ള നമുക്കിത് സാധാരണ നമ്മുടെ വീട്ടിലെ മറ്റേ ഫ്രിഡ്ജൊക്കെ കൊട്ടുന്ന അതേ പോട്ടിലിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. 8 ആമ്പിയറിലുള്ള ഒരു പോട്ടിലിട്ട് വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിലിട്ട് നമ്മൾ 6 മണിക്കൂർ ചാർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും കിട്ടുന്നത്. അപ്പം അതിലൊരു യൂണിറ്റിന് നമുക്ക് ഗാർഹികമായിട്ട് ആകുന്ന ഒരു പൈസ എന്ന് പറഞ്ഞാൽ 5 to 7 റുപ്പീസാണ്. 7 ഒന്നും നമുക്ക് ഇല്ലെന്ന് തോന്നുന്നു. 5 രൂപയ്ക്കൊക്കെ ഉള്ളൂ ഈ സ്കൂട്ടറൊക്കെ നമ്മുടെ സാധാരണ പോട്ടി ചാർജ് ചെയ്യുന്നതിന്. അപ്പം 3.5 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 15, അതുപോലെ 17 രൂപ. അപ്പോൾ ഏകദേശം നമുക്ക് ഇതൊരു 20 രൂപയ്ക്കകത്താണ് നമുക്ക് 201 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു വാഹനം നമ്മൾ 2 ദിവസത്തേക്ക് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. കാരണം ഇത് ഫുൾ ചാർജിൽ ഏകദേശം 200 കിലോമീറ്റർ ഓടും. 200 കിലോമീറ്റർ തികച്ച് ഓടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് ഏകദേശം ഒരു കാൽക്കുലേഷനിൽ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത്രേ ഓടാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരുപാട് സ്കൂട്ടറുകൾക്കിടയിൽ ePluto 7G Maxൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിംഗിൾ ചാർജിൽ 6 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 20 രൂപ താഴെ നിർത്തിക്കൊണ്ട് 201 കിലോമീറ്റർ പോകാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകതകളൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു വണ്ടിയുടെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിംപിളറായിട്ടുള്ള ഒരു ഡിസൈനാണ്. കാരണം ഭയങ്കര റെട്രോ സ്റ്റൈലായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഴയ ചേതക്ക് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം.
അങ്ങനെ തരത്തിലുള്ള ഒരു കൺവെൻഷണൽ സ്കൂട്ടറിൻ്റെതായിട്ടുള്ള ഒരു റിട്രോ സ്റ്റൈലിങ്ങിലാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ പക്ക മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു വരാം. അപ്പോൾ ഹെഡ് ലാംപ്സ് എന്ന് പറഞ്ഞു തുടങ്ങാം. നിങ്ങൾ ഈ പഴയ ചേതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, റൗണ്ടഡ് ആയിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് ആണ്. അതുപോലെ തന്നെ ഈ ക്രോമി ഫിനിഷിനുള്ള ഒരു ഇങ്ങനെയുള്ള ഒരു ഡിസൈനിലൊക്കെയാണ് അന്നും വാഹനങ്ങളുടെ ലൈറ്റുകൾ വന്നിരുന്നത്. അപ്പോൾ ഇതിനകത്ത് പക്ഷേ LED ലാംപ്സ് ആണ് വാഹനത്തിനകത്ത് ഇരിക്കുന്നത്. അത് മനോഹരമായിട്ടുള്ള LED ലാംപ്സ് വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാഹനം മൊത്തത്തിൽ നമുക്ക് ഈ വാഹനത്തിന് വെയിറ്റ് കുറയ്ക്കേണ്ടതുകൊണ്ട് മൊത്തം ഫൈബർ ആയിട്ടുള്ള പാർട്സ് ആണ്. അത് നല്ല ഒരു മെറ്റാലിക് ഷൈനിങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്യുവറിൻ്റെ ലോഗോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ യൂസിങ് റിന്യൂവബിൾ എനർജി എന്നാണ് കേട്ടോ. പവർ യൂസിങ് റിന്യൂവബിൾ എനർജി, വാഹനത്തിൻ്റെ പേര് അങ്ങനെ തന്നെയാണ്, പ്യുവർ. അപ്പം റിന്യൂവബിൾ എനർജി എന്താണെന്ന് അറിയാമല്ലോ, നമുക്ക് സുസ്ഥിരമായിട്ട് കിട്ടുന്ന എനർജി സോഴ്സസിൽ നിന്ന് കിട്ടുന്നതാണ്. അതായത് സൂര്യൻ, വിൻഡ്, അങ്ങനെയൊക്കെയുള്ള. അപ്പം ഇതിനകത്ത് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററീസ് ആണല്ലോ ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് സോളാറും കൂടെ നമുക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ, യൂണിറ്റും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് മാക്സ് എന്നുള്ള ഒരു ലോഗോ, ഇവിടെ ഒരു സ്റ്റിക്കറിങ് അവിടെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ ഈ ഇതിനകത്ത് ഈ ബോഡി ഡിസൈനോട് കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ ഈ വശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഡിസൈൻ എലമെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മഡ് ഗാർഡ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. ഇതെല്ലാം നമുക്ക് പ്ലാസ്റ്റിക് ആയിട്ട് വരുന്ന മഡ് ഗാർഡ്സ് ആണ്. അതിനകത്ത് ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു ക്രോമിയത്തിൻ്റെ സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ടയേഴ്സിലേക്ക് വരുവാണെങ്കിൽ 10 ഇഞ്ച് പ്രൊഫൈൽ വരുന്ന ചെറിയ ടയേഴ്സാണ് വരുന്നത്. അതുപോലെ നമുക്ക് അലോയ് വീൽസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഷോക്ക് അബ്സോർബറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, ഫോർക്കാണ് അവിടെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ വശത്തേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്കിംഗ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉള്ളൊരു വാഹനമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇറക്കമൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ബാറ്ററിയിലേക്ക് തിരിച്ച് ചാർജ് കയറുന്ന ഒരു സംവിധാനം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയും മോട്ടറിനെ കുറിച്ച് നമുക്ക് പറയാം. നമുക്കിതിനകത്ത് ഒരു BLDC ആണ്. അത് ബാക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ഒരു ബ്രഷ്ലെസ് DC മോട്ടറാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് ഈ 3.5 kW ആണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഒരു കൺട്രോൾ വഴിയാണ് ഇതിനകത്തേക്ക് പവർ കൊടുക്കുന്നത്. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് വരുന്ന സമയത്ത്, സീറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു റെഡ് കളറുള്ള ഫാബ്രിക്കായിട്ട് വരുന്ന സീറ്റുകളാണ്. അത്യാവശ്യം വീതിയുള്ള സീറ്റുകളായതുകൊണ്ട് ഇരിക്കാൻ കുറച്ച് കംഫർട്ടബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ സൈഡിൽ തന്നെ പ്യുവർ എന്ന് പറഞ്ഞ സ്റ്റിക്കറിംഗ് ആണ്. നല്ല ബലവത്തായിട്ടുള്ള നമുക്കൊരു ഗാർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പുറകോട്ട് ചാടി പോയിരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് പിടിച്ചിരിക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഡക്ക് ഷേപ്ഡ് ആണ്. അതായത് ഒരു താറാവിൻ്റെ സൈഡിൻ്റെ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഈ പ്ലൂട്ടോ 70 മാക്സ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹബ് മോട്ടറിൻ്റെ കവറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് 60 ആണ് പറയുന്നത്. നമ്മളിപ്പോൾ ഓടിച്ചപ്പോൾ 50 കിലോമീറ്ററോളമാണ് നമുക്ക് കിട്ടിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് നമ്പർ പ്ലേറ്റിന് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പച്ച കളറുള്ള നമ്പർ പ്ലേറ്റ് വരും. ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ റിഫ്ലക്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലാംപ്സും ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ ഇപ്പുറത്തെ വശത്ത് നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങളൊന്നും നോക്കാം. ഇവിടെ ലേഡീസിന് വേണ്ടി ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പേസ് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ താക്കോലിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അധികം ഒത്തിരി സ്പേസുകളൊന്നും ഇല്ല. ഇപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ചാർജറുകളാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതാണ് എൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസസ് ഒന്നും അതിനകത്ത് ഇല്ല. നമുക്ക് ചെറിയ എന്തെങ്കിലും കണ്ടോ ഒരു ചാർജർ വെക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ നമുക്ക് ഇതിനകത്ത് കാണുള്ളൂ. അല്ലാതെ ഫുൾ ഹെൽമെറ്റ് ഒന്നും നമുക്ക് വെക്കാണ്ട് നമുക്ക് സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്ററി ശരിക്കും പറഞ്ഞാൽ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ്. നമുക്കത് തൂക്കിയെടുത്തുകൊണ്ട് അഴിച്ച് മാറ്റി നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ഹൈ റൈസ്ഡ് ബിൽഡിങ്സ് കൊണ്ട് ചാർജ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല നമുക്ക് കണ്ടോ ഈ ഫുഡ് പെഗ് വെക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഏരിയ നല്ല നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലും ഇങ്ങനെ ഇരുന്നാലും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തൂക്കിയിടണമെങ്കിലും തൂക്കിയിടാനായിട്ട് പറ്റും. നമുക്കിനി അതിൻ്റെ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററൊക്കെ വരുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പം ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണാടി, 2 കണ്ണാടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും ആ പഴയ റെട്രോ സ്റ്റൈലുള്ള ആ ഒരു കണ്ണാടി, ആ ഷേപ്പ് പക്ക വട്ട കണ്ണാടികളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു പാർക്ക് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്, അത് എൻഗേജ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് വണ്ടി അനങ്ങത്തില്ല, മോട്ടർ എപ്പോഴും കട്ട് ഓഫ് ആയിരിക്കും. അതാണ് P എന്ന് പറയുമ്പോൾ നമ്മളത് പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് സ്പീഡോമീറ്ററും കാര്യങ്ങളും കാണാം. ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ ഇവിടെ നമുക്ക് കാണിക്കാൻ വരും. പ്യുവറിൻ്റെ ഒരു ലോഗോ ഇവിടെ കാണാം. അതുപോലെ ഇവിടെ 471 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിരിക്കുകയാണ്. ആ ഒരു ഇതും കാണുക. അത് കൂടാതെ കുറേ സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ സ്മൂത്തറായിട്ടുള്ള ഹാൻഡ് ഗ്രിപ്പും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ പാർക്ക് മാറ്റി കഴിഞ്ഞ് കൈ കൊടുത്തപ്പോൾ വണ്ടി കുറച്ച് മുമ്പോട്ട് നീങ്ങി. ഓക്കെ, അപ്പം ഈ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മോഡിലാണ് നമുക്ക് വാഹനം നമുക്ക് ഓടിക്കാണ്ട് പറ്റുന്നത്. എക്കോ, പവർ, സ്പോർട്ട്, അങ്ങനെ 3 മോഡുകളാണുള്ളത്. ഈക്കോ മോഡിൽ നമ്മൾ ഓടിക്കുന്ന സമയത്താണ്
ഫുൾ ചാർജിൽ നമുക്ക് 201 കിലോമീറ്റർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈക്കോ മോഡിൽ ഓടിക്കണം. സെക്കൻഡ് മോഡിലേക്ക് കിട്ടുന്ന പവർ എന്ന് പറഞ്ഞ മോഡിൽ കിട്ടാൻ കുറച്ചുകൂടെ സ്പീഡ് കിട്ടും. അപ്പോൾ അതിൻ്റെ റേഞ്ച് കുറച്ചുകൂടെ 175 കിട്ടും നമുക്ക്. ഓക്കെ, ഇനി തേർഡ് മോഡ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്ട് മോഡാണ്. സ്പോർട്ട് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 150 റേഞ്ച് നമുക്ക് 150 കിലോമീറ്റർ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് സ്പീഡ് ആയിട്ടുള്ള 60 ആണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഓടിച്ചിട്ട് 50 ഒക്കെയാണ് നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ സ്പീഡ്സും ഇതിന് അറ്റൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ലൈറ്റുകളുടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലൈറ്റിൻ്റെ ഡിമ്മും ബ്രൈറ്റും ആയിട്ടുള്ള ആ സ്വിച്ചസും കാര്യങ്ങളും കാണാം. ഇപ്പോൾ ഹോണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ചും ഇവിടെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ വഴിയായിട്ടുള്ള സ്പെക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം ഓടിച്ച് ഇതിൻ്റെ പെർഫോമൻസ് പറയുന്ന ഒരു വീഡിയോ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത്ര നാൾ ഓടിച്ചതിനകത്ത് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് സർഫസിൽ, അതായത് തീരദേശ മേഖലകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ പ്യുവറിൻ്റെ ഈ പ്ലൂട്ടോ 7G മാക്സ് എന്ന് പറയുന്നത്. കാരണം ഈ കോട്ടയം അല്ലെന്നുണ്ടെങ്കിൽ ഇടുക്കി പോലുള്ള ഹില്ലി ഏരിയാസിലുള്ളവർക്ക് പറ്റുന്ന ഒരു വാഹനം അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിൻ്റെ ഗ്രേഡബിലിറ്റി എന്ന് പറഞ്ഞാൽ 12% ഉള്ളൂ. അപ്പം പ്ലെയിൻ ആയിട്ടുള്ള റോഡ്സ് കൂടെ ഓടിക്കാനാണ് പറ്റുക. അപ്പം ആ ഒരു റോഡുകളിൽ ഓടിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ മൈലേജ് കിട്ടുക. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിലുള്ള എൻകേസ് എന്ന് പറയുന്നത് പ്യുവറിൻ്റെ ഷോറൂമാണ്. അത് പാതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഷോറൂം വരുന്നത്. അപ്പം ആ ഷോറൂം നമ്പേഴ്സ് ഞാൻ അവിടെ കൊടുത്തേക്കാം. അവിടെ ഒരു ഇത് കൂടാതെ ഒരു 4-5-6 മോഡൽസ് ഉണ്ട്. ഈവൻ ബൈക്കിൻ്റെ മോഡൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഒരു വാഹനത്തിൻ്റെ വിലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ വില 1,37,500 രൂപയാണ്. അക്സസറീസ് കൂടെ വരുമ്പോൾ 1,41,000 രൂപയോളം വില വരുമെന്നാണ് വാഹനത്തിന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിന് 60,000 കിലോമീറ്ററും അതുപോലെ 3 വർഷം വാറണ്ടിയാണ് വാഹനത്തിനത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള എൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയാം. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലേഡീസിനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ പ്രായമായിട്ടുള്ളവർക്കും അനുയോജ്യമാണ്. കാരണം ഭയങ്കര സ്പീഡിനെ പ്രണയിക്കുന്നവർക്കൊന്നും പറ്റത്തില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ല 50 കിലോമീറ്റർ വരെ നമുക്ക് തേർഡ് മോഡൽ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ കൂടുതലായിട്ട് എക്കണോമിക്കലി മൈലേജ് ഒക്കെ നമ്മൾ നോക്കുന്നവരൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങൾ ഏകദേശം പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ആലപ്പുഴയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാഹനം നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് പല ബ്രാഞ്ചസ് ഉണ്ട്. കണ്ണൂർ നമുക്ക് ഇതിൻ്റെ ഒരു ഷോപ്പുണ്ട്. അതുപോലെ തന്നെ കാലിക്കറ്റ് 2 ഉണ്ട്, ആലപ്പുഴയിലുണ്ട്, അതുപോലെ തന്നെ കൊല്ലത്തുണ്ട്, ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലേക്കും ഇവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സർവീസ് നെറ്റ്വർക്കുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ശ്രേണിയിലേക്ക് പ്യുവർ എന്ന് പറഞ്ഞ കമ്പനിയും വരുവാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ പറയുന്ന പോലെ സാധാരണ നമുക്കറിയാം എന്താ പറയുക, ഭയങ്കര എക്കണോമിക്കായിട്ട് ചിന്തിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കുറഞ്ഞ ചിലവിൽ ദൂരം നമുക്ക് കൂടുതൽ പോകാനായിട്ട് പറ്റും. അതിനനുസരിച്ചിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ഇത് കൂടാതെ ഒരുപാട് ഫീച്ചേഴ്സും കൂടെ വാഹനത്തിനകത്തുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഹിൽ ഡിസെൻറ്റ് കൺട്രോളുകൾ, അതുപോലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ്. അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് നമുക്കൊരു സ്മാർട്ട് BMS എന്ന് പറഞ്ഞ ആപ്പ് വഴി നമുക്ക് ഈ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാറ്ററിക്കകത്ത് 20 സെല്ലാണുള്ളത്. അപ്പോൾ 20 സെൽസിനകത്തുള്ള ഒരു എന്താ പറയുന്നത് ഓരോ ബാറ്ററിയുടെയും സെൽസിൻ്റെ ഒരു ഹെൽത്തൊക്കെ അതിനകത്ത് നമുക്ക് കാണിക്കും. അതുപോലെ തന്നെ മൊത്തത്തിൽ നമുക്ക് വാഹനം എത്ര കൺസ്യൂം ആയിരിക്കുന്നു, അല്ലെങ്കിൽ ബാറ്ററി എത്ര ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഈ സ്മാർട്ട് BMS എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് കാണാനുമുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ബേസിക്കലി വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാഹനമാണ് ഈ പ്യുവറിൻ്റെ ഈ പ്ലൂട്ടോ 7G മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഈ ഒരു വാഹനത്തെക്കുറിച്ച് ഇതിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ്സ് ആയിട്ട് എഴുതാം. അതുപോലെ തന്നെ ഈ വാഹനം നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻകേസിൻ്റെ നമ്പർ, അതായത് പാതിരപ്പള്ളിയിലുള്ള ഈ പ്യുവറിൻ്റെ ഇലക്ട്രിക്കിൻ്റെ ഷോറൂമിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അവരോട് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ വാഹനം ഓടിക്കും. ഇതുകൂടാതെ വേറൊരു 3-4 മോഡൽസും ഉണ്ട് കേട്ടോ. അതായത് ഒരു 130-140 റേഞ്ചുള്ള കുറച്ചുകൂടെ വില കുറഞ്ഞ 1 ലക്ഷം രൂപയ്ക്കൊക്കെയുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.